എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലാണ്. ടർക്കിയിൽ തന്നെ ഫെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ഞാൻ ലാസ്റ്റ് ഒക്കെ സ്റ്റേ ചെയ്തത് ഒരു ഹോസ്റ്റലിലായിരുന്നു. അവിടുന്ന് അതെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് ഇതാ ഞാനും ഇതാണ് ശുഭം കൂടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഒരു കാനിയൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല രസമാണ് ഇതുവഴി പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകളും കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഒരു 25 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട്. കാനിയനിലേക്കാണ് പോകുന്നത്. ഒരു നാഷണൽ പാർക്കാണത്. ആ ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു കാനിയൻ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ടക്ലി കെൻഡ് എന്നാണ്. ഇവിടെ പാർക്കിംഗ് എല്ലാം ഉണ്ട്. നല്ല രസമുള്ള പാർക്കിംഗ് നോക്ക്. കാരണം കുറേ മരമുണ്ട്. മരത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. ബ്ലൂ സ്കൈ കണ്ടോ, നല്ല രസമുള്ള സ്കൈയാ. അങ്ങോട്ടൊക്കെ നോക്കിയേ. ഇവിടെ എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. നോക്കിയോട്ടെ, പോയി നോക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലത്തൊന്നും വരാറില്ലല്ലോ. ആളുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും പോയോക്കാം. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ, പോയി നോക്കട്ടെ. പൂച്ച കിടക്കുന്ന നോക്ക്. കടയിൽ ആ ചെരുപ്പുകളുടെ മുകളിലാണ് കിടക്കുന്നത് കണ്ടോ. ഇതെവിടെ എല്ലാവിടെയും ഇങ്ങനെ തന്നെയാണ്. നല്ല രസമാണ്. എവിടെ നോക്കിയാലും പൂച്ച. ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിന് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. പോയോക്കട്ടെ. ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, അടിപൊളി. നമ്മൾ നേരെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുവനീർ ഷോപ്പെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പോയി കൊണ്ടിടാൻ പറ്റിയ നല്ല രസമുള്ള നമുക്ക് അടിപൊളി. കാണുമ്പോൾ ഇങ്ങനെ മേടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോലും പോകാറില്ലല്ലോ വീട്ടിലിതൊന്നും കൊണ്ടിടാനായിട്ട്. സുവനീറൊന്നും പിന്നെ ഞാൻ മേടിക്കാറുമില്ല. മേടിക്കുന്ന ആകെ ഡ്രസ്സ്, അങ്ങനത്തെ സ്ലിപ്പർ കാര്യങ്ങൾ, അത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. കണ്ടോ, നൈസല്ലേ. കണ്ടോ, ഇതൊക്കെ നോക്കി, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അടിപൊളിയാണല്ലോ കാണാൻ. എല്ലാം രസമുണ്ട്. ഇവിടെ എന്താ വെള്ളത്തിലാവും തോന്നുന്നുണ്ട്. ഫോണ് മറ്റേ സാധനമാണല്ലോ, ഫോണിൻ്റെ കവറാണല്ലോ മൊത്തം കാണുന്നത്. ഷൂ സോക്സ് ഒക്കെ ഇടണം, എനിക്കറിയില്ല. പോയോട്ടെ. നമ്മൾ വെള്ളത്തിലൂടെയൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്സ് ഇടണം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നേക്കാണ് ഷോർട്സ് ഇടാനായിട്ട്. ഞാനിതാ ഡ്രസ്സെല്ലാം മാറ്റിയതാ, ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ഇട്ടിട്ട് പോയിട്ട് ശരിക്കും ഷൂവും കൂടെ മാറ്റണം. ലൈക്ക് സ്ലിപ്പർ നമ്മൾ വേറെ മേടിക്കണം ഇതിൽ നടക്കാനായിട്ടുള്ളത്. ഞാൻ മേടിച്ചിട്ടില്ല, ആൾ മേടിച്ചു. അതിന് 400 ആയത്. അത്രയും പൈസ, 400 എന്ന് പറഞ്ഞാൽ 1000 രൂപയാവും. അത്രയും പൈസ കൊടുത്ത് എനിക്ക് മേടിക്കാൻ പറ്റൂല. ഞാനപ്പോൾ ഓൾറെഡി എൻട്രി ഫീ എടുത്തു. എൻട്രി ഫീന് ഒരാൾക്ക് വരുന്നത് 200. ഇനി വേറെ എക്സ്ട്രാ പൈസ ആവുമോയെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും 500 രൂപ, 200 ലിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഇന്ത്യൻ റുപ്പിയാണ്. വാവ്, എന്ത് രസമാണ് ഇവിടെ. നമുക്ക് വെള്ളം ഒഴുകിപ്പോകുന്നു കണ്ടോ. എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. സത്യം, എനിക്ക് തോന്നുന്നു ഇനി ഞാൻ കുറച്ച് മൗണ്ടൈൻ വില്ലേജിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോയിട്ട് ക്യാമ്പ് ചെയ്യണം. എന്ത് രസമാണ്. കുളിക്കാനും ഇതുവഴി നടക്കാനൊക്കെ തോന്നുന്നുണ്ട്. നമ്മളെന്തായാലും വെള്ളത്തിലൂടെ നടന്ന് പോകും. അതുകൊണ്ടാണ് അവർ ഷോർട്സ് ഇടാനും പിന്നെ ഒരു കൈൻഡ് ഓഫ് സ്ലിപ്പർ ഇടാനെല്ലാം പറയുന്നത്. എനിക്കറിയില്ല അത് എവിടെ എങ്ങനെയാണെന്നുള്ളത്. പോയി നോക്കുക തന്നെ വേണം. നമുക്ക് ഭയങ്കര രസമുണ്ട്. അവിടെ എല്ലാം നീല കളറ്, ഇവിടെ എല്ലാം വേറെ വൈറ്റ് ആയിട്ട്. എന്ത് രസം, തിളങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പാർക്കിങ്ങിൽ വന്നേക്കാണ്. ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നാണ്. ആളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലാണ് ക്യാഷ് പിന്നുള്ളത്. അപ്പോൾ ക്യാഷ് എടുത്തിട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് പോവാണ്. എന്താണെന്നറിയില്ല. ആൾ ഷൂ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഷൂ എല്ലാം ഇല്ലാതെ പോയിട്ട് നല്ല ക്രോക്സിൻ്റെ എല്ലാം സ്ലിപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ എന്നാലും അറിയില്ല എന്താവും. എല്ലാവരും അത് മേടിക്കുന്നുണ്ട്. പോയി നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതുവഴി ഉള്ളിലേക്ക് കയറി പോകണം. കണ്ടോ, ഇത് തന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കുമോ അങ്ങോട്ട് ഒഴുകുന്നത്. കാണാൻ നൈസാണ്. അതിൻ്റെ ഉള്ളിലേക്കൊരു തണുപ്പൊക്കെ ഉണ്ടേ. ഇതാ നടന്നു നോക്കുകയാണെന്ന് തോന്നുന്നു. രണ്ടാം സ്ഥലത്തിൻ്റെ പേര് ടക്ലി കാനിയൻ അതാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, കൈയൊക്കെ പിടിച്ച് പോകുന്നത് കാണുന്നു. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഹെൽമെറ്റ് ഇല്ലേ? നമുക്ക് കണ്ടോ, ഇവിടെ എല്ലാം നല്ല ആഴുണ്ട് കേട്ടോ. ഇതിനുള്ള നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നൈസാന്ന് തോന്നുന്നുണ്ട്. പോയേക്കാം. ഇപ്പോൾ കൊള്ളാം. ഞാൻ വെച്ച് അത്ര രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അടിപൊളിയായിട്ട് കാണാനില്ല. നൈസ്. എന്താ, ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്നു പോകണം. ഇങ്ങനത്തെ പാറക്കെട്ടായതുകൊണ്ടാണല്ലോ എല്ലാവരും ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ടുള്ളത്. എന്നാലും ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ. വാവ്, ഈ പാറക്കെട്ടുകളുടെ നടുവ് കൂടെ പോകുന്നതുകൊണ്ടാണെന്നുള്ളൂ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അതൊക്കെ നല്ല കുത്തി ഒഴുകുന്നുണ്ട് വെള്ളം.
വയസ്സായവരും കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ അഡ്വഞ്ചറൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഇതായിട്ട് മാത്രം കാണും. ഇതൊക്കെ നൈസല്ലേ? പോയോട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിലിതാ കുറേ ഷോപ്സ് ഉണ്ട്. ഇവിടെ എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓരോ പാക്കേജ് പോലെയാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതോ ഒറ്റയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോവാണോ? ഇവിടെ നോക്കി ഇതുവഴി നമ്മൾ അങ്ങോട്ടെങ്ങാണ്ട് പോകണം. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോവാണ് വേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായി ആ ഷൂ എന്തിനാണ് ഇട്ടേക്കുന്നതെന്നുള്ളത്. ഭയങ്കരമായിട്ട് തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മണാലിയൊക്കെ പോകുമ്പോൾ എക്സ്ട്രീം കോൾഡ് ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്കിങ്ങനെ കാലൊക്കെ വേദന എടുക്കൂലേ, കാലല്ല ഫുൾ ബോഡി നമുക്ക് അത്രയും തണുത്ത വെള്ളം വേദന എടുക്കൂലേ, അതുപോലെ എനിക്ക് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ടോ. ഇനി ഇതുവഴി ഇങ്ങനെ വേണം പോകാനായിട്ട്. ഇത് വിട്ട് പോയില്ലെങ്കിൽ കാലെല്ലാം ഇങ്ങനെ തട്ടിയിടാവാനുള്ള ചാൻസിലോ എനിക്ക് വേദന എടുക്കുക. അത്രയും തണുപ്പായിട്ട്. ചെറിയ തണുപ്പല്ല, ചെറിയ തണുപ്പാണെങ്കിൽ വേദന എടുക്കില്ലല്ലോ. ഇത് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വേദന എടുക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല അവിടെ വരെയും ഫുള്ളിങ്ങനെ തണുപ്പാണോ എന്നുള്ളത്. അവിടെ വരെ തണുപ്പാണെങ്കിൽ പണിയായിരിക്കുമല്ലോ. എൻ്റെ മോനെ സീനാണ്. കാലിങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട് കേട്ടോ. നോക്ക് വെള്ളം നോക്കി എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കണ്ടോ. കാല് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ വേദന എടുക്കുക. ഫ്രീസ് ആവുന്നല്ല, വേദന എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ചെറിയ വേദന ഒന്നല്ല കേട്ടോ, എക്സ്ട്രീമായിട്ട് വേദന എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നോക്കി എത്ര ക്രിസ്റ്റൽ ക്ലിയറാ. ഇത് നടക്കുമ്പോൾ ഐസാവണേ. ഞാൻ ഐസായി പോകുന്നു തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് ഹോട്ട് സ്പ്രിങ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത്രയ്ക്കുണ്ട്. ഈ തലയിൽ ഇത് എന്തോ കല്ല് വീഴും. കല്ല് വീഴാതിരിക്കാനാണ് ഹാറ്റ് ചോദിച്ചത്. നമ്മൾ ഹാറ്റൊന്നും എടുത്തിട്ടില്ല. ഹാറ്റൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പോയോക്കാം. അടിപൊളി തന്നെ കേട്ടോ. ഇപ്പം ഈ ഏരിയയിൽ വെള്ളമില്ല. ഇപ്പോൾ ഒരു സമാധാനമായി. മറ്റേ കാലിങ്ങനെ ഫ്രീസായിട്ടിരിക്കുമായിരുന്നു. നോക്ക് കണ്ട, നമ്മളിതുവഴി അങ്ങനെ ഉള്ളിലേക്ക് നടന്നുകൊണ്ട് പോകണം. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം മാത്രമേ ഒഴുകുന്നുള്ളൂ, അല്ലാതെയുള്ള വെള്ളം ഇല്ല കേട്ടോ. നമ്മൾ തലയിലേക്ക് കല്ലും സാധനങ്ങളും വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഹാറ്റ് ഇടാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഹാറ്റ് ഇട്ടിട്ടില്ല. ഒന്നും വീഴൂലായിരിക്കും, ഒന്നും പറ്റൂലായിരിക്കും. അത്ര സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതിടുന്നത്. പക്ഷെ എന്തായാലും എക്സ്ട്രീം ആയിട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എങ്കിലും അവിടെ നിന്നിട്ട് പറയുമല്ലോ അത് ഇടാനായിട്ട്. ഇതാരും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടന്നു പോവാണ്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് കാല് ഫ്രീസായെങ്കിലും അതായിരുന്നു കുറച്ചുകൂടെ അഡ്വഞ്ചർ. അപ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാലിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ആ ബുദ്ധിമുട്ടാണ് ആ ഒരു അതിൻ്റെ അഡ്രനാലിൻ. അപ്പോൾ അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോർമൽ വെയിൽ ഇങ്ങനെ നടക്കുകയാണ്. എത്ര നടക്കാനുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത്ര നേരം നല്ല ചൂടല്ലായിരുന്നു. ആ ചൂടിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നൈസായിട്ടുണ്ട്. പാൻറ് ഇട്ടാൽ പോലും കുഴപ്പമില്ല, ഒരു മുട്ട് വരെ ഉള്ളൂ. ഷോർട്ട്സ് ഇട്ടുകൊണ്ട് തീരെ നനയില്ല. മുട്ട് വരെ ആകെ വെള്ളമുള്ളൂ. ഇതേ അവരെയൊക്കെ കാല് കണ്ടോ, ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് മുട്ട് വരെ പോലും ഇല്ല, ജസ്റ്റ് മുട്ട് വരെ, അത്രയും വെള്ളമേ ഉള്ളൂ. ഇവിടെ ഒന്നും വെള്ളപ്പം ഇല്ലാത്ത എന്താണാവോ. എത്ര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞു പിള്ളേരുൾപ്പെടെ എല്ലാവരും വരുന്നുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ. നല്ല തണുപ്പായതുകൊണ്ട് കണ്ടോ നോക്ക്. ഇതേപോലെ ക്യാനിയൻ ഞാൻ എവിടെയോ കണ്ട പോലെ ഒരു തോന്നൽ എനിക്ക്. എന്ത് രസമാണെന്നറിയോ, ഓരോ കല്ലും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ കല്ലല്ല. ഇതുവഴി നടക്കുമ്പോൾ തന്നെ നല്ല രസമുള്ള സൗണ്ടാണ്. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഇങ്ങോട്ട്. നല്ല വെളിച്ചവും വെയിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു റെയിനി സീസണിൻ്റെ ടൈമിൽ എന്തായാലും ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്പോൾ ഡ്രൈ സീസണാണ്, അതുകൊണ്ടായിരിക്കും വെള്ളമൊന്നും ഇല്ലാത്തത്. അപ്പോൾ റെയിനി സീസണിൽ വരികയാണെങ്കിൽ ഫുൾ മോർ അഡ്വഞ്ചറായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഏറ്റവും അടിപൊളിയെന്ന്. ഇത് നമുക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ കല്ലെല്ലാം ഭയങ്കര രസമുണ്ട് കാണാൻ. വീട്ടിൽ കാണുമ്പോൾ അത്രത്തോളം അറിയും തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് ഭയങ്കര നൈസായിട്ടുണ്ട്. അതും കാരണം ഫീൽ ചെയ്യാണ്. നല്ല ചൂടാണ് പുറത്ത്. ഇതുവഴി നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പാണ്, ഭയങ്കര കാറ്റും, സൂപ്പറാ ആണോ. വാവ്, വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കൂടുതൽ അഡ്വഞ്ചറായിരിക്കും.
കുറേ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ അങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അഡ്വഞ്ചർ കൂടും. പക്ഷെ അത് അലോ ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ട് അവർ. അങ്ങോട്ട് നോക്ക്, അവിടെ ഭയങ്കര നേരം ആയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കണ്ടാ ഓരോ സൈഡിലും ഓരോ വെറൈറ്റി ആയിട്ടാണുള്ളത്. നൈസ്. ഇതുവഴി നടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് തന്നെ നൈസാണ്. കാരണം ഇങ്ങനെ കല്ലല്ലേ, ഇങ്ങനത്തെ ടൈപ്പ് കല്ലായതുകൊണ്ട് ക്ലങ് 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 സൗണ്ട് ഉണ്ട്. ആണോ, ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ചെറിയ അംശം കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര അടിപൊളിയായിരിക്കും ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ അത് വേറെ തന്നെ അഡ്വഞ്ചർ ആയിട്ടില്ല. അത് നല്ല തണുപ്പ്. ഈ തണുപ്പിനിടയിൽ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നൈസായിട്ടുണ്ടാവും. വന്ന ടൈം ശരിയായില്ല, എനിക്കൊന്നും അറിയില്ല എപ്പോഴാണ് ഇവിടെ റെയിനി സീസൺ എപ്പോഴാണെന്നറിയില്ല. ആ റെയിനി സീസണിൻ്റെ ടൈമിലായിരിക്കും ഭയങ്കര നൈസ്. കാരണം ഇപ്പം തന്നെ നടക്കാൻ ചെറിയ ഡിഫിക്കൽട്ട് ഉണ്ട്, കല്ലിങ്ങനെതായതുകൊണ്ട്. അപ്പോൾ ഫുള്ള് വെള്ളം കൂടെ ആണെങ്കിൽ അത് ഫുൾ അഡ്വഞ്ചറായി. കാരണം നേരത്തെ ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നില്ലേ, അത് ശരിക്കും അഡ്വഞ്ചറായിരുന്നു. അതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു അഡ്വഞ്ചർ ഫീലൊന്നും ഉണ്ടായിട്ടില്ല. അതെന്തത്, അയ്യോ മോനെ സൂപ്പർ. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്, നല്ല അടിപൊളി നൈസാട്ടോ ഇത്. കണ്ടോ, ഇതിങ്ങനെ തൊടാൻ തോന്നും. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ പരന്നാണ് ഇരുന്നിരുന്നെങ്കിൽ ഇതിൽ കടന്നുറങ്ങാം. അങ്ങനെ നൈസ്. ഇത് കണ്ടോ, കല്ലിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറാണെന്ന് ആലോചിച്ചു. ഫുള്ള് ഇതുവഴി എങ്ങനെയൊക്കെ ഇട്ട്, അതുകൊണ്ടാണ് അവിടെ എല്ലാം ഫുള്ള് ഷൂവും പിന്നെ കവറുണ്ടല്ലോ, ഫോണിനിടാനുള്ള കവറും എല്ലാം ഉള്ളത്. അങ്ങനെ ആ റെയിനി സീസണിലുള്ളതാണ്, ഇപ്പോൾ ഉള്ളതല്ല. ഫുൾ ഇത് കണ്ട, ഇത് കൂടെ എങ്ങനെ പോകണം. ഫുൾ വെള്ളമാണെങ്കിൽ എങ്ങനെ പോവാം. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുണ്ടോ. വിഷു എനിക്ക് മിസ്സാവുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എന്നാലും അല്ലാത്ത ടൈമിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അടിപൊളിയായിരിക്കും ആ ടൈമിൽ. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും റെയിനി സീസൺ നോക്കിയിട്ട് വരിക. കൂടുതൽ അഡ്വഞ്ചർ വേണം എന്നുള്ളവർക്ക്, അഡ്വഞ്ചർ അധികം വേണ്ട എന്നുള്ളവർക്ക് ഈ ടൈമിൽ വരാം. കുഴപ്പമില്ല, നൈസാണ്. കണ്ടാ ഈ ഡോഗ്സിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഓ ക്യൂട്ട്, രണ്ടെണ്ണം ഹൈ, 2 പഗ്ഗിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അവർ നമ്മളെ ബേബീനെ പോലെ തന്നെയാണ് ഡോഗിനെ കൊണ്ട് നടക്കുന്നത് എല്ലായിടത്തേക്കും. അതാ ഇപ്പം കണ്ടോ, ചെറിയ വെള്ളത്തിൻ്റെ അംശമാണ് ഇവിടെ കാണുന്നത്. അതിന് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സ്ലിപ്പറിയാണ്, കാരണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ളത്. അങ്ങോട്ടൊക്കെ നമുക്ക് ഗുഹ പോലെ ഉണ്ട്. പിന്നെ ഇങ്ങനെ സൺലൈറ്റിൻ്റെ ഷെയ്ഡ് വരില്ലേ, അപ്പോൾ നൈസായിട്ടുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ ആ ഒരു നിഴല് പോലെ ഇങ്ങനെ വന്നിട്ടില്ലേ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ടാ സൗണ്ട് കേട്ടാ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ നോക്കിക്കോ. സൗണ്ട് കേട്ടാ നൈസല്ലേ. ഇവിടെ കുറച്ചൊരു അഡ്വഞ്ചർ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കയറി പിടിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കണ്ടോ, വഴുക്കുന്നുണ്ട്. നോക്കി കയറിയില്ലെങ്കിൽ നമ്മൾ വഴുക്കും. ഇവിടെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. കണ്ടോ, വെള്ളത്തിനൊരു വൈറ്റ് കളർ കേട്ടോ. നോക്ക്, ഭയങ്കര വൈറ്റായിട്ടത്. ഇനി കുറച്ചൊക്കെ ഇങ്ങനെ കയറി പിടിച്ച് പോകണം. രസമുണ്ട് കണ്ടോ അങ്ങോട്ടെല്ലാം. എനിക്കൊന്നൊരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ടാവും. നടന്നെത്തിയിട്ടില്ല, പക്ഷേ ഒത്തിരി പോക്കനുസരിച്ച് ഇടയ്ക്ക് വെച്ച് പിന്നെ നല്ല വെള്ളം ഉണ്ടായേ, കുറച്ച് ഭാഗത്ത് മാത്രം.
അവിടെ കുറച്ച് അഡ്വഞ്ചർ എന്തുണ്ടെന്ന് തോന്നുന്നു. കുറേ കല്ലെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ട്. ഇവിടെ നോക്ക് ഫുള്ള് ഇരുട്ടായി, കാരണം മുകളിലേക്ക് അങ്ങനെ കല്ല് നിറഞ്ഞിരിക്കുകയാണ്. അതാണ് ക്ലസ്ട്രോഫോബിയ ഉള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ ക്ലോസ്ഡ് ആയിട്ടും ഇരുട്ടായിട്ട് ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നതാണ്. ഇത് കണ്ടോ, ഈ ചെറിയ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിലൂടെ ഒക്കെ വേണം പോകാനായിട്ട്. വഴുക്കുന്നു. വഴുക്കും, അതാണ് പ്രശ്നം. നോക്കിയിറങ്ങണം, നോക്കിയിറങ്ങില്ലെങ്കിൽ പണിയാണ്. അതെല്ലാം വലിഞ്ഞു കയറണം, എന്നിട്ട് വേണം അപ്പുറത്താൻ. ഈ ഒരു കല്ലെല്ലാം ചാടി കിടക്കണം. നോക്കിയോട്ടെ എങ്ങനെ കയറാൻ പറ്റാം. വഴുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോവാം. പക്ഷെ ഫുള്ള് കുനിഞ്ഞിട്ട് ഞാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പോവാം, അഡ്വഞ്ചർ ഇഷ്ടമാണെങ്കിൽ ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഫുള്ളിങ്ങനെ അവർ വരുന്നുണ്ടോ, ഉള്ളിൽ കൂടാണ് പോകേണ്ടത്. ഹായ്, ഓക്കെ പോയോക്കാം. എന്തായാലും ആള് വരുന്നില്ല എന്ന് തോന്നുന്നു, ശുഭം വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം. പോയോക്കാം, എന്തായാലും പോയോക്കാം. പക്ഷെ ഇതില്ലല്ലോ തലയിലിടുന്ന സാധനം, അതില്ലാണ്ട് പോകാൻ പറ്റുമോ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഞാനിത് ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സീനാണ് കേട്ടോ, വൈബായിരിക്കും. Oh, we have to climb? I think there is no way. Yeah. What a surprise. But there is a way. Okay. If you are a good climber, you can make it maybe. Yeah. But otherwise... Oh, അല്ലപോലെ ഷൂ സെറ്റല്ല, അതാണ് ടാസ്ക്. മറ്റേ വേറെ അടിപൊളി ഷൂ ഞാൻ പുതിയ മേടിച്ചിട്ടുണ്ട്. ബട്ട് ഐ ക്യാൻ ട്രൈ. ഉണ്ടോ വരുന്നുണ്ടോ, അത് വരുന്നു. ഇതുവഴി മുകളിലേക്ക് കയറി കയറി പോകണം. എന്താവോ എന്തോ നോക്കട്ടെ. ഓക്കെ ഓക്കെ. ഇവിടെ കയറണമെങ്കിൽ ഇങ്ങനെ ടാസ്കിലാണ് ഉള്ളത്. ആരെങ്കിലും അവിടെ കയറിയിട്ട് എനിക്ക് കൈ തരുവാണെങ്കിൽ ഒന്ന് കയറിയായിരുന്നു. അല്ല ഇങ്ങനെ കയറുന്നു. എൻ്റെ ഷൂ ആണെങ്കിൽ ഒടുക്കത്തെ സ്ലിപ്പറിയാണ്. എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ കയറും വേണം. ഈ സാഹചര്യത്തിലാണ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നത്. അതും അഡ്വഞ്ചർ ആയിട്ടുള്ള ആരെങ്കിലും. ഇപ്പം ശുഭം കൂടെ ഉണ്ടായിട്ട് എന്താ ഉണ്ടായത്, ശുഭം കൂടെ ഉണ്ടായിട്ട് ആൾക്ക് ട്രക്കിങ്ങോ ഹൈക്കിങ്ങോ അഡ്വഞ്ചറോ ഒന്നും താല്പര്യമില്ല. അപ്പോൾ അതാണ്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഒരാളോട് ഉണ്ടെങ്കിൽ പോകാൻ അടിപൊളിയായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി വലിയിട്ട് വേണം പോകാനായിട്ട്. ഒരാൾ പോലും പോകുന്നില്ല. എല്ലാവരും ഇവിടെ ഓരോ വന്നിട്ട് നോക്കിയിട്ട് നടക്കൂല എന്ന് കണ്ടിട്ട് തിരിച്ചു പോകാണ്ടോ അങ്ങോട്ട് കയറി പോകണം. ഓ സീന്, നമുക്കാണെങ്കിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ, മോട്ടിച്ചല്ല ഒന്ന് കൈ തന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നേ പോവായിരുന്നു. പക്ഷേ മനസ്സില്ല, മനസ്സോടെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. വേറെ ഓപ്ഷൻ ഇല്ല, ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടായി തന്നെ അത്രയും ഇതായിട്ടുള്ള ആരെങ്കിലും അഡ്വഞ്ചറായിട്ടുള്ള അങ്ങനെ ഇതായിട്ടുള്ള ഒരാളുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. $50 കൊടുത്തിട്ട് നമുക്ക് ഗൈഡിനെ വെച്ചിട്ട് പോവാം. $50 കൊടുത്ത് പോകാനുള്ള മനസ്സ് വരുന്നില്ല. കാരണം ജസ്റ്റ് ഒരു ഗൈഡിന് സാരില്ല. ഇനി പിന്നെ എപ്പോഴേലും പോവാം എവിടെയെങ്കിലൊക്കെ. മനസ്സിനൊരു വിഷമായി. ഈ വെള്ളത്തിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ മണ്ണുണ്ടല്ലോ, ഇത് എന്താണ് ബ്യൂട്ടിക്കുള്ളതാന്ന് പറഞ്ഞിട്ട് എല്ലാവരും മേത്ത് വാരി തേക്കുന്നുണ്ട്. എന്താണ് ഉള്ള സംഭവമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മേത്ത് തേച്ചൊന്നുമില്ല, എനിക്കുള്ള ബ്യൂട്ടി മതി. നമുക്ക് കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ മഡ് ബാത്തിന് യൂസ് ചെയ്യുന്ന മഡ് ഉണ്ടല്ലോ, അതാണോ അത് ഇവിടെ എവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം തോന്നുന്നു. നമുക്ക് എല്ലാവരും മൂത്തെല്ലാം തേക്കുന്നുണ്ട്, തേക്കണം എന്നുണ്ട്. പിന്നെ ഇനി മുഖമൊക്കെ കഴുകണമല്ലോ എന്ന് നോക്കുമ്പോഴാണ് നല്ല രസമുണ്ട്. ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ സിമെൻറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. നൈസ്. നോക്കി എന്തൊക്കെയോ ഉണ്ട് എന്തായാലും, അല്ലാണ്ട് എല്ലാവരും മൂത്ത് വാരി തേക്കുമോ. തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ചിവിടെ എത്തിയപ്പോൾ നമുക്ക് എന്തോരം പേരാ, ഫുൾ ക്രൗഡായിട്ടുണ്ട്.
റൈറ്റ്. എന്തോ ആൾക്കാരാ ഇഷ്ടം പോലെ. ഇവിടെ നോക്ക്, എവിടെ നോക്കിയാലും ഈ മുന്തിരി കാണാം കേട്ടോ. ഒരെണ്ണം പൊട്ടിച്ച്, നല്ല ടേസ്റ്റ്, നല്ല മധുരം. വീടുകളിൽ കാണാം എല്ലാവിടെയും. ഇതാരും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ പോവാ. എനിക്ക് വിഷമമാണോ ഇതിങ്ങനെ പോകുന്ന കണ്ടിട്ട്. അവിടുന്ന് ഇറങ്ങി തിരിച്ച് കാറിൽ കയറിയപ്പോ നമ്മള് എന്നെ പോലെ ഹിച്ചാക്കി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? Hi, fine, and you? Yeah, I'm good. Where are you from? India. India. Oh. Yeah. You? Turkey. Okay, here only. Okay. Oh, Hindistan, çok güzel. American. Cinema. അപ്പൊ എന്നെ പോലെ ലിഫ്റ്റ് അടിച്ചാണ്. അങ്ങനെ നമ്മള് ലിഫ്റ്റ് കൊടുത്തു. എനിക്ക് എന്താ സന്തോഷം എന്നറിയോ? കാരണം ആ സ്ഥാനത്ത്, പുള്ളിക്കാരുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ഞാനിങ്ങനെ ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ആരെ നിർത്തുന്നത്, അവര് നിർത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം അതായിരിക്കും ആ പുള്ളിക്കാരുടെ മനസ്സിലിപ്പോ ഉണ്ടാവുക. സോ ഹാപ്പി. She's a vlogger. She's a YouTuber. അവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ട്രക്കിംഗ് സ്പോട്ടിൽ വന്നേക്കാണ്. ആള് കേബിൾ കാറിൽ പോകാനുള്ളൊരു പരിപാടി ഉണ്ട്, അതിനും പോയേക്കാണ്. എനിക്കതിന് പോകാൻ അത്ര താല്പര്യമില്ല, ആൾക്ക് ട്രക്കിങ്ങിനും താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ട്രക്കിങ്ങിന് പോവാം, ആളതിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ വന്നേക്കാണ് ഈ ഒരു സ്ഥലത്ത്. പക്ഷേ ഇതിൻ്റെ വഴി എവിടെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ടാക്സി ഡ്രൈവറെ കാണുന്നുണ്ട്, ആളോട് ചോദിച്ചു നോക്കാം. കാരണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്, പിന്നെ ട്രക്കിങ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് ഒന്നും അറിയില്ല. എൻ്റെ ആണെങ്കിൽ നെറ്റ് പോലും ഇല്ല, നെറ്റൊന്നും ഇല്ലാണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അവിടെ ഞാൻ ആ പുള്ളിക്കാരനോടൊക്കെ ചോദിച്ച്, ആളെന്തൊക്കെയോ പറഞ്ഞ് ട്രാൻസ്ലേറ്റിലാണ് സംസാരിച്ചത്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഒരു ഊഹത്തിൽ ഈ റോഡ് തന്നെ എന്താവും എനിക്കറിയില്ല, അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. നേരത്തെ ബാഗ് എടുത്തിട്ട് ഒരാൾ ഇതുവഴി പോകുന്നത് കണ്ടായിരുന്നു, പോയി നോക്കി നോക്കാം. ഇവിടെ നമ്മൾ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഇതാ 112 എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോയോക്കാം. ഞാനിതുവഴി നടക്കുമായിരുന്നു, അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വഴി ചോദിച്ചാൽ ഞാൻ അവൻ്റെ അടുത്ത്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടാക്കാന്ന്. എവിടെയാണെന്നറിയില്ല, പോയോക്കാം. ആ കേബിൾ കാറും ഇവിടെ തന്നെയാണ് ആള് പോകുന്നത്. ആ കേബിൾ കാർ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും പോയോക്കാം. താങ്ക് യു. ഇവിടെ എല്ലാവരും ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഉള്ളത് ഈ ഫുൾ ടൈം. പോയോക്കാം, എവിടേക്കാന്നൊന്നും അറിയില്ല. ബൈ. താങ്ക് യു സോ മച്ച്. This up. Yeah. How many hours? And now we have to buy any. YouTuber? Yes, YouTuber. Yes, I'm YouTuber. Yeah. എൻ്റെ യൂട്യൂബ് ചാനലിൽ ചോദിക്കുന്നത് യൂട്യൂബർ ആണോന്ന് ചോദിച്ചിട്ട്. ഇതാ വഴി തോന്നുന്നു, ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ ഡയറക്ഷൻ. പോയോക്കാം. ഓക്കെ ഹലീൽ, ബൈ. താങ്ക് യു സോ മച്ച്. ബൈ. എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ വാട്സപ്പും എൻ്റെ യൂട്യൂബും എല്ലാം എടുത്തിട്ടുണ്ട്. ബൈ. എന്നോട് ഈവനിങ് കാണാമെന്നൊക്കെ, ഞാൻ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. അവിടെ നോക്കി, നല്ല രസമുള്ള വ്യൂ ആയിരിക്കും. എന്തായാലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോയി നോക്കട്ടെ. വഴിയിലൊന്നും ആരെയും കാണുന്ന പോലും ഇല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ലൈക്ക യോലു അതെങ്ങാണ്ടാണ് പേര്. പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. കണ്ടോ കേബിൾ കാർ പോകുന്നത്, ആൾ ഈ കേബിൾ കാറിലാണ് അങ്ങനെ പോകുന്നത്. ഞാനപ്പോൾ ലാസ്റ്റ് എല്ലാം ബൊലീവിയയിൽ പോയപ്പോൾ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് തന്നെ കുറേ പോയിട്ടുണ്ടല്ലേ. വ്യൂ അടിപൊളിയായിരിക്കും, എന്നാലും ട്രക്കിങ് ചെയ്യുന്നത് അപ്പോഴും വ്യൂ കാണാൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ട്രക്കിങ്ങാണ്. അങ്ങനെ കേബിൾ കാറിൽ വെറുതെ ഇരുന്ന് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഞാനിങ്ങനെ വിജനമായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ദൂരെ നിന്നൊരു വ്യൂ ഒക്കെ കാണുന്നുണ്ട്, നൈസായിട്ടുള്ള. എന്താ ഇതുവഴിയൊന്നും ആരും പോകുന്നില്ല, ആരും ട്രക്കിങ്ങിനൊന്നും ഇല്ലേ? അത് ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ട്രെയിലായിട്ടേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു റോഡ്, വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന പോലത്തെ റോഡ്, പക്ഷെ വണ്ടിക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കല്ലേ. ഇപ്പം നോക്ക്, ഒരു അടിപൊളി വ്യൂ തന്നെ കാണുന്നുണ്ട്. ആ സൺസെറ്റ് എല്ലാം ആവാനായിട്ടുണ്ട്. സൺസെറ്റ് ആവാനായിട്ടില്ല, സണ്ണിങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ടൈമാണ്. കാരണം 4:45 സൺസെറ്റ് 6:45. നല്ല നീല കളറാണ്, ദൂരെ നിന്നായതുകൊണ്ട് അറിയുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ പോയി നോക്കി നോക്കാം. ഇനി മുകളിലേക്കാണ് കയറുന്നത് റോഡ്. കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആരെയും ഒരാളെപ്പോലും വഴിയിൽ കാണുന്നില്ല. എന്താ ശുഭത്തിനെ പോലെയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. ആർക്കും ട്രക്കിങ് ഹൈക്കിങ് ഒന്നും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഇവിടെ നോക്ക്, കുറേ പേര് പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. അതിന് 13,000 ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത് കേട്ടോ. മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറന്നു വരുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ നോക്ക്, നല്ല നീല കളറിൽ കാണാൻ പറ്റുന്നില്ലേ? പാരാഗ്ലൈഡിങ്ങും കാണാൻ പറ്റുന്നുണ്ട്, ബോട്ട് ട്രിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറം വേറൊരു ഐലൻഡ് കാണുന്നുണ്ട്, കണ്ടോ? കുറച്ച് ചെറിയ ഐലൻഡ്സ് ഒക്കെയാണ് കാണുന്നത്. നമുക്ക് തിളങ്ങുന്നില്ലേ? അതുവഴി വന്നപ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണുന്നുണ്ട്. നമുക്ക് കണ്ടോ,
അയ്യോ ഞാൻ ഇതിൽ കൂടെ കേട്ടോ കയറി വന്നത്. അപ്പോൾ താഴത്തേക്ക് ഒരു ചെറിയ വഴി കാണുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങോട്ടാണ് വലിയ വഴി കാണുന്നത്, ഇങ്ങോട്ട് പോയോക്കാം. അങ്ങോട്ട് കാര്യമായിട്ടുള്ള വ്യൂ ഇല്ല താഴേക്ക്, മുകളിലേക്ക് തന്നെ പോയി നോക്കി നോക്കാം. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. സൈക്കിളിലെല്ലാം കുറേ ആൾക്കാർ വരുന്നുണ്ടോ, സൈക്കിളിൽ വരുന്നുണ്ട് ഈ റോട്ടിലൂടെ. പിന്നെ അതെ ഇവിടെ തന്നെ ഈ ലോക്കലായിട്ടുള്ള ഒരാളാണത്. ആള് അവിടെ നേരെ പോയിട്ട് ടെൻ്റ് അടിക്കാനെല്ലാം പോകുന്നത്. ഞാൻ ചാറ്റ് GPT നോക്കിയപ്പോഴും നേരെ പോയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനാണ് ചാറ്റ് GPT സജസ്റ്റ് ചെയ്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് പോയിട്ട് ടെൻ്റ് അടിക്കാനൊക്കെ. പക്ഷെ ഓൾറെഡി ആളുടെ വണ്ടിയിലാണ് എൻ്റെ ടെൻറ്റ് സാധനങ്ങൾ. ഞാൻ ചെറിയ ബാഗ് മാത്രം എടുത്തിട്ടാണ് ഇറങ്ങിയത്. അതുമാത്രമല്ല ഇവിടുന്ന് 540 കിലോമീറ്റർ ഉണ്ട്. ഞാൻ 540 കിലോമീറ്ററും 45 ദിവസമാണ് ഈ ഒരു ട്രക്കിങ്. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത പ്രോവിൻസ് വരെ ഇങ്ങനെ മുകളിൽ കൂടെ പല വഴിയുണ്ട്. ഞാനതാണ് അവനെ കണ്ടപ്പോൾ ചോദിച്ചത് കേട്ടോ, ഇതെന്താണ് സംഭവം എന്ന്. 540 കിലോമീറ്റർ കണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെയുണ്ട്, 540 കിലോമീറ്റർ പോകാൻ പറ്റുന്നു. അപ്പം അത് ശരിക്കും തന്നെയാണ്. ഇപ്പം നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്ന്. നൈസാണ്. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും നേരം പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് എത്ര 540 കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ ഇതേ വഴി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്താ ചെയ്യുക, എവിടം വരെ ഞാൻ പോയിട്ട് തിരിച്ചു വരണം, അതൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മുകളിലേക്ക് എത്ര വേണേൽ പോവാട്ടോ, പോയോക്കട്ടെ. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയേ ഇതാന്ന് തോന്നുന്നു ഒരു വ്യൂ. എന്തായാലും ഞാൻ കുറച്ച് ദൂരം കൂടെ പോയോക്കാം. ഇവനും ഉണ്ട്, അവൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ബാഗെല്ലാം തൂക്കി. കുറച്ച് ദൂരം ഞാൻ എന്തായാലും പോയോക്കട്ടെ. ഇത് സീൻ വഴിയാണ്, നമുക്ക് വേണ്ട കല്ല് മുള്ളിൽ നിറഞ്ഞതാണ്. വേണ്ട ഓ ക്ഷീണിച്ച്. യുവർ ബാഗ് ഈസ് ഹെവി, ദാറ്റ്സ് വൈ. വേണ്ടോ അയ്യോ, ഇതൊക്കെ ഞാൻ താഴേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണ്ടേ. അവൻ അവിടെ എവിടെയോ ക്യാമ്പ് ചെയ്യാം, എനിക്ക് ഇറങ്ങാൻ പിന്നെ പേടിയാവും. സാറില്ല, ഇങ്ങനെയൊക്കെയല്ലേ പേടി മാറ്റണേ. പേടി മാറുമൊന്നുമില്ല. എന്നാലും വഴി കണ്ടാ നേരെ ഇതുവഴി പോയിട്ട് സൈഡിലേക്ക് അങ്ങോട്ട് കൊക്കയാണ്, വീണ് പോവും. ഇതിപ്പം കയറി പോവായതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് പേടിയാവും. അതാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കയറുമ്പോൾ പ്രശ്നമല്ല, ഒറ്റയ്ക്കാണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ. തിരിച്ചിറങ്ങുമ്പോൾ ആണ് ടാസ്ക് ആവും. അയ്യോ എന്തോ അറ്റത്ത് കൂടെ പോകുന്നത് കണ്ട. ഇവിടെ കുഴപ്പമില്ല. ഞാൻ വെച്ച് കൊക്കയല്ല, ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പോയേക്കാം. എത്ര ദൂരം പോകണമെന്ന് മാത്രം അറിയില്ല. ആണെങ്കിൽ ഈ ടൈമിൽ സൺസെറ്റിന് മുന്നുള്ള വെയിൽ, ഒടുക്കത്തെ ചൂട്. നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ചൂട് കുറയൂലേ, ഇവിടെ ഭയങ്കര ചൂട്. അതിന് ട്രക്ക് ചെയ്യുന്നതുകൊണ്ട് തോന്നുകയാണോ എന്നറിയില്ലേ. പോയോക്കട്ടെ. എന്തായാലും ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഇതെല്ലാം കണ്ടിട്ട് പോകുന്നത് നിർത്താൻ തോന്നുന്നില്ല, ഇങ്ങനെ പോകാൻ തോന്നുക. 6M എന്ന് എഴുതിയിട്ടുണ്ട്. 6M എന്താ, 6 minutes അല്ല, എന്തായാലും എന്തോ ആണ്, ആർക്കറിയാം. എന്തായാലും നല്ല രസമാണ്. നല്ല നീല സ്കൈയും നല്ല നീല വ്യൂവും വെള്ളത്തിൻ്റെ. അവൻ്റെ ബാക്ക് പാക്ക് ഞാൻ ഇട്ടേക്കാണ്. എനിക്ക് ബാക്ക് പാക്ക് കണ്ടപ്പോൾ ബാക്ക് പാക്ക് ഇട്ടിട്ട് നടക്കാനുള്ളൊരു ത്വര. എളുപ്പമല്ല, പക്ഷേ ബാക്ക് പാക്ക് ഉണ്ടായിട്ട് ഞാൻ എടുത്തില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ട്രക്കിങ് ഇങ്ങനെ കാണുമ്പോൾ കഷ്ടപ്പെടാൻ ഭയങ്കര രസമാണ് ട്രക്കിങ്ങിൽ. ബ്രീത്ത് പ്രശ്നമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ, സീനില്ല, അത്യാവശ്യം ഓക്കെയാണ്. കുറച്ച് നേരം ഞാൻ ഇടാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എവിടെ വരെ പോകണമെന്ന് എനിക്കറിയില്ല. What can I say? Where is your microphone? കുറച്ച് നേരമായിട്ട് ഞാൻ തന്നെ അവൻ്റെ ബാഗ് എടുത്ത് നടക്കുന്നത് കേട്ടോ. ഒരുപാട് വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കാമെന്ന്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങോട്ടാന്ന്. അവൻ അത്രയും കൂടെ ഐഡിയ ഇല്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ. സൺഗ്ലാസ് എന്തോ എടുക്കുന്നു ബാഗിന്ന്. ഞാനിതാ ബാഗെല്ലാം തിരിച്ചു കൊടുത്ത്, എന്നെക്കൊണ്ട് പറ്റണല്ല, നല്ല ക്ഷീണിച്ച്. നമ്മളിത് അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യൂസഫ്, ജോസഫ് ഓർ യൂസഫ്? Yusuf. യൂസഫ്.
യൂസഫ് എന്നാണ് കേട്ടോ പേര്. ജോസഫ് എന്നും പറയുന്നുണ്ട്, ഇവൻ യൂസഫ് എന്നും പറയുന്നുണ്ട്. രണ്ട് തലത്തിലുള്ള പേരാ പറയുന്നത്. അയ്യോ ടയർഡായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ നല്ല വെയിലടിക്കേണ്ടതാണ്. ഈ മരം ഉള്ളതുകൊണ്ട് നമുക്ക് വെയിലടിക്കുന്നില്ല. അങ്ങോട്ട് നോക്ക്, മുകളിലേക്ക് കയറി പോവാം ഇഷ്ടംപോലെ. ഞാൻ നോക്ക് ഇപ്പം എത്രയോ ഹൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിതാ അവിടെ നിന്നല്ല എനിക്കത് എത്ര കാണാമായിരുന്നു. ഇപ്പം അതെല്ലാം താഴെ നിൽക്കുന്നു. നല്ല സൺസെറ്റ് എല്ലാം ആവാനായിട്ട് തോന്നുന്നു. അവിടെ 2 വഴി കാണണ്ടായി. അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. എന്തായാലും ഇങ്ങോട്ടാണ് നമ്മളിത് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, ഈ 400 500 സ്കൂൾ നോ വാട്ട്സ് ദാറ്റ് Cold. നോ വാട്ട് ഇസ് ഓറഞ്ച്? ഓക്കെ. നമുക്ക് ഇവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതാ പൈസ ഇവിടെ ഇടാം, അത്രേ ഉള്ളൂ. പൈസ ഇവിടെ ഇട്ടിട്ട് കുടിക്കാം. നോ I don't know what is this. No, I'll try a little bit this. Okay. If it's good or not. Yeah. എന്ത് കുടിച്ചോട്ടെ. എന്തോ ഒരു കേട്ട്. Yeah. It's orange. The one is. ഇവിടെ നോക്ക്, ഹാമോക്ക് ഉണ്ട്, ഡസ്റ്റ്ബിൻ ഉണ്ട്, ചെയറുണ്ട്. നോക്ക് വേണ്ട, ചെയറുണ്ട്. ഇതിൻ്റെ ഉള്ളിലെന്തോ വെള്ളമോ ഉള്ളിലേക്ക് എന്തോ വലിയൊരു സംഭവം കാണുന്നുണ്ട്. ഇവിടെ ഒരു ടെൻറ്റ് കാണുന്നുണ്ട്. ക്യാമ്പ് ഫയറിനുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. രാത്രി ഇതാക്കാനല്ലേ. നോക്ക് കുറേ സാധനങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സ്പോട്ടാണുള്ളത്. കണ്ടോ, ഞാനാണെങ്കിൽ കുറേ ഇപ്പം ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നല്ല ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഊഞ്ഞാല് വരെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ പോലില്ല. അവനും ഞാനും മാത്രമേ ഉള്ളൂ, യൂസഫും ഞാനും. ഹാമോക്കൊക്കെ ഉണ്ട്. ഇവിടെ ഡെക്കാത്തലും ഉണ്ട്. ഡെക്കാത്തലും എക്സ്പെൻസീവ് ആണ്. ഡെക്കാത്തലും ഉണ്ട്, ഹാമോക്ക എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇനി വീണ്ടും പുതിയത് മേടിക്കണം ഒരു ഹാമോക്ക്. അടുത്ത ട്രിപ്പിൽ ഇതുപോലെ ഇവർ മരമൊക്കെ കാണുമ്പോൾ കെട്ടി കിടന്നുറങ്ങാമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു. ഞാനിവിടെ ക്യാമ്പ് ചെയ്യാനും വല്ല വ്യൂ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. യാ ഇവിടെ നോക്ക്, ക്യാമ്പ് ചെയ്യാൻ തന്നെ പറ്റിയൊരു സ്പോട്ടിൽ തന്നെ ഉള്ളത്. കണ്ടോ, അത് ആരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം അഡ്വഞ്ചറായിട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചെയ്യുന്നത്. നോക്ക്, ഇതെല്ലാം പറ്റിയ സ്പോട്ടാണ്. ഇത് പരന്നിരിക്കുന്നു. എൻ്റെ മോനെ പൊളി വ്യൂ നോക്ക്, നല്ല രസമുണ്ട്. അടിപൊളി സ്പോട്ട്. വാ, ദിസ് ഇസ് സോ ഗുഡ് വ്യൂ. ദിസ് ഇസ് നൈസ്. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ എന്ത് രസമാണെന്നറിയോ? എൻ്റെ അമ്മ അടിപൊളി വ്യൂ ആണ് ഇവിടെ. നോക്ക്, സൺസെറ്റും ഭയങ്കര രസമല്ലേ കാണാൻ. എൻ്റെ അമ്മോ, ഞാനിവിടെ മെൽറ്റാവും. എനിക്കിവിടെ നിന്ന് ഇറങ്ങാനേ തോന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ തന്നെ ഇവൻ്റെ ടെൻറ്റിൽ കിടന്നുറങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ അമ്മോ, നിങ്ങൾക്കിത് കാണുന്നില്ലേ? വാവ്. ഇവിടെ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ 2 പേരും കൂടി ഉണ്ട് നമുക്ക് കൂട്ടിന് ടെൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ അവർ ഇവിടെ ടെൻ്റ് അടിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ടെൻ്റ് അടിച്ചോളാൻ ഒരു കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ച് വന്നയാന്നുള്ള രീതിയിലായിരിക്കും എന്നോട് ആളോടും ചോദിച്ചത്. അങ്ങനെ നമ്മളിത് ഇവിടെയാണ് കേട്ടോ ടെൻ്റ് അടിക്കുന്നത്. ഇവിടുത്തെ വ്യൂ നോക്ക്, ഈ വ്യൂവിൽ നിന്നിട്ടാണ് ടെൻ്റ് അടിക്കുന്നത്. വാവ്, എൻ്റെ ടെൻറ്റിൽ നിന്ന് കാണുന്ന വ്യൂ കണ്ടോ, എത്ര അടിപൊളിയാണ്. ഞാൻ പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് ഇപ്പോൾ പോവാ? എനിക്ക് പോകാനേ തോന്നുന്നില്ല. ഈ വ്യൂ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണം, സൺസെറ്റ് കൂടെ കാണണം, എന്നിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്ത് രസമാണ് നോക്ക്. എൻ്റെ അമ്മോ, എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് സൺസെറ്റ് ഞാൻ കണ്ടത്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര രസമുണ്ട് കാണാൻ. ശരിക്കും നീല കളറാണ് ആ കാണുന്ന, എന്താ പറയുക, ആ ഒരു റിവറെല്ലാം ഭയങ്കര ബെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഭംഗി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. എൻ്റെ അമ്മോ, ഞാൻ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ. എനിക്കൊന്നും പറയാനില്ല. വാവ്, ദേ പോകുന്ന സണ്ണ്. ഇത്രേ രസമുണ്ടോ? ഈ ലോകം എന്ത് രസമാണല്ലേ കാണാൻ. അയ്യോ, എൻ്റെ സണ്ണെല്ലാം പോയേ. പക്ഷെ എന്നിട്ട് നോക്ക്, അവിടെ മൊത്തം റെഡായിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് നോക്ക്. വാവ്, ദേ കണ്ട ലാസ്റ്റ് ഒരു കുത്ത് മാത്രമേ ഉള്ളൂ. അതും കൂടെ പോയി മൊത്തം പോയിട്ടുണ്ട്. ഒരു ഡോട്ട് ഇപ്പോൾ കാണാനുള്ളൂ. പക്ഷെ എന്ത് രസമാണെന്നറിയോ, അവിടെ ഇപ്പോൾ ഫുള്ള് റെഡായത്. ഇപ്പോൾ മൊത്തം പോയി കണ്ട, ഫുള്ള് പോയി.
ഷോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിത് ഒരു കല്ലിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, ഭയങ്കര അടിപൊളി വ്യൂ എല്ലാമാണ്. ഞാൻ ഏത് ഭാഷയിലാണ് പറയുന്നതെന്ന് ഓർത്തായിരിക്കും ഇവരിയ്ക്കുന്നത്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് റൈറ്റ്? അവൻ്റെ ഇംഗ്ലീഷ് തന്നെ ഭയങ്കര കോമഡിയാണ്. ഇവിടെ ആൾക്കാർ ഇംഗ്ലീഷ് തന്നെ അത്ര ഒന്നും പറയൂല കേട്ടോ, അങ്ങനെയാണുള്ളത്. അപ്പോൾ ദേ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. രണ്ട് പേരുണ്ട് കണ്ടോ, നോക്ക് കണ്ടോ, ആരോ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. സണ്ണ് പോയിട്ട് നോക്ക്, നല്ല രസമുള്ള സ്കൈ ആണ് ഇപ്പോഴും കാണുന്നത്. നല്ല റെഡ് വരെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ വ്യൂവും കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. ഇവൻ്റെ കയ്യിൽ കുറേ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട്. ഇതാ ഫുള്ള് വെറ്റ് വൈപ്സ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എന്താ പീനട്ട് ബട്ടർ അല്ല, ന്യൂട്ടല്ല ഉണ്ട്. പിന്നെന്താ പച്ചമുളക് എന്തിനാ? പച്ചമുളക് എല്ലായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഫോർ വാട്ട്? ദിസ് ഫോർ വാട്ട്? യു ഡോണ്ട് നോ. ഒലീവ്സ് ഉണ്ട്, എന്തൊക്കെയോ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. നോക്ക്, ഈ വ്യൂവും ഒലീവ്സും എല്ലാം കൂടെ അടിപൊളി. 2 തരം ഒലീവ്സ്. വാട്ട്? Olives, right? Yeah. Zeytin? The Turkish name. Yeah. Okay. Then what is this? Is peynir, but it means Cheese? what's English name? I don't know. Oh, ഇതിൽ എഴുതിയേക്കണൊക്കെ എന്തൊക്കെയോ ആണ്. Cheese, right? Cheese. Cheese? Yeah. Cheese. Okay. പിന്നെന്താ തോർത്തിയ. പിന്നെന്താ, what is this? Bread. Huh? This one is, do you know salsa? It's tomato. Sauce. Okay. Yeah. Tomato sauce. This one is cherry. ഓക്കെ. കുറേ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് പോന്നിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പട്ടിണിയല്ല എന്തായാലും. അടിപൊളി, നൈസ്. പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, കൊള്ളാം. ഇത് നോക്ക്, തോർത്തി വെച്ചിട്ടുണ്ട്, ചീസ് വെച്ചിട്ട്, പിന്നെ ഒരു സ്പ്രെഡ് പോലെ ഇങ്ങനെ തേക്കാണ്. കുറച്ച് എരിവൊക്കെ ആയിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട്, പിന്നെ അതിൽ ബ്ലാക്ക് ഒലീവ്സ് ഇങ്ങനെ ഡിസൈനിൽ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ടുണ്ടാക്കൽ. ഞാൻ പറഞ്ഞു, നീ എന്താണോ കഴിക്കുന്നത് അതാ ഞാനും കഴിക്കുന്നതെന്ന്. We can't put this and put this because this is the sweet. No, spicy. no, not mixed sweet and spicy. Yeah. You can put this if you want. But it's spicy? No? Maybe? If you luck. നോക്ക്, പച്ചമുളക് അങ്ങനെ കൊടുത്തിട്ടുള്ളത്, അതേ ഇതിൽ വെക്കാൻ പോകുന്നു. എനിക്കറിയില്ല എന്തൊക്കെ കാണിക്കാം. ഇവിടെ ഒലീവ്സ് മെയിനാണ് കേട്ടോ. ആണ് 2 കളറിൽ ഒലീവ്സ് കൊടുത്തേക്കുന്നു. അതെല്ലാവിടെയും കാണുന്നുണ്ടായിരുന്നു. എന്താ വേറെ എന്തോ ചെറിയോ അങ്ങനെ എന്തോ പറഞ്ഞത്, അറിയില്ല. മുളക് അങ്ങനെ വെക്കാൻ പോണ നടുവിൽ. എൻ്റെ മോനെ, എരിയൂലേ? മതി. It's spicy? No? This big one is not spicy. ഓക്കെ, സ്പൈസി അല്ല എന്നാണ് അവൻ പറയണത്. നോക്കി നോക്കാം. റോളെല്ലാം ആക്കിയിട്ടുണ്ട്. ഞാനിത് കഴിച്ചോട്ടെ. അയ്യോ, ഒലീവ്സ് കൊലിച്ചു പോണ്. പച്ചമുളകെല്ലാം ഇങ്ങനെ കാണുന്നത്. കഴിച്ചോട്ടെ, എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് സ്പൈസി. ഞാൻ വിചാരിച്ചു സ്പൈസി ആയിരിക്കും മുളക് കണ്ടപ്പോ. Do you want spicy? No, I thought it's spicy. Yeah. The green chili, but it's not. It's good. എരിവുള്ളത് കഴിച്ചതിന് ശേഷം, എരിവൊന്നുമില്ല എന്നാലും അങ്ങ് കഴിച്ചതിന് ശേഷം ഇതാ നല്ല സ്ട്രോബെറി ഇങ്ങനെ എന്തൊക്കെയോ മധുരമാക്കിയിട്ടുള്ളൊരു സാധനം, അത് ഈ തോർത്തിയിലിട്ടിട്ട് അത് റോളാക്കിയിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഇവൻ്റെ കൂടെ വന്നിട്ട് കഴിക്കാൻ പറ്റിയല്ലോ. ഞാനിതാ കിടന്നുറങ്ങാൻ വേണ്ടി പോകണ്ടോ. നല്ല രസമുള്ള സ്റ്റാർസൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കി നടക്കുമായിരുന്നു ഞങ്ങൾ. ഭയങ്കര രസമായിരുന്നു. അപ്പുറത്ത് അവരും ഉണ്ടായി. നമ്മളിവിടെ ഇങ്ങനെ പയ്യെ പറയണ പോലും അപ്പുറത്തേക്ക് ഭയങ്കര ഒച്ചയായിട്ട് കേൾക്കുന്നത്. അവരിങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സൗണ്ട് തന്നെ ഉള്ളിലിരുന്നിട്ട് ഭയങ്കര സൗണ്ടായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല വെതറാണ്, തണുപ്പുണ്ട്. ഒരുപാട് തണുപ്പല്ല, എന്നാൽ രസമുള്ള തണുപ്പ്. ഒരു 19 ഡിഗ്രി, 19 ഒന്നുമല്ല, ഒരു 16 ഡിഗ്രി അത്രയെല്ലാം തണുപ്പാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല തണുപ്പാണ്, ചൂടോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും കൂട്ടായി നല്ല ടയർഡായിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.